കുറച്ച് നാളായി കപ്പ കഴിച്ചിട്ട് കപ്പ കഴിക്കാനൊരു കൊതി. എന്നാൽ പിന്നെ എല്ലും കപ്പയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എല്ലൊന്ന് വേവിച്ചെടുക്കണം. വെറും എല്ലല്ല കേട്ടോ, പോത്തിൻ്റെ മാംസത്തോട് കൂടിയിട്ടുള്ള എല്ലാണ് നമ്മൾ മേടിക്കാറ്. അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ചിലയിടത്ത് ബീഫ് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട്. ഇനി അത് നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വലിയൊരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ അധികം മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 4 വിസിലടിക്കാനായി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. കപ്പ അരിഞ്ഞെടുത്ത് നന്നായി കഴുകി വെള്ളം തളിച്ചപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വേവായപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു. ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന എല്ലും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എൻ്റെ ബീഫിനകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി, ഇത്രയും വെള്ളം വേണ്ടായിരുന്നു. അതുപോലെ കപ്പ ഉടച്ചു കൊടുത്തതിന് ശേഷം വേണമായിരുന്നു എല്ലും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. അവിടെയും ചെറിയൊരു പാളിച്ച് പറ്റി, എന്നാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലൊരു കുഴമ്പൻ പരുവത്തിലാണ് എല്ലും കപ്പയും ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കാം. അബദ്ധങ്ങൾ പറ്റിയെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങളെങ്ങനെയാണ് എല്ലും കപ്പയും ഉണ്ടാക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.